ബിന്ദു കൃഷിയിലേക്ക് എത്തിയാൽ ബിന്ദു കൃഷ ഇന്നിപ്പോൾ കൊല്ലത്ത് വന്നപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുറുവടിയുമായി വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന കാഴ്ച കണ്ടു. തെരുവിലെ യുദ്ധം എന്ന രീതിയിൽ സമാനമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടുമാണ് പ്രതിരോധിച്ചത്. മാത്രമല്ല മുണ്ട് ഷർട്ടും ഒക്കെ അണിഞ്ഞ് വ്യത്യസ്തമായ രീതിയിലായിരുന്നു പ്രകടനം. എന്താണ് ഈ മുണ്ടിന്റെ ഷർട്ടിന്റെയും ചെയ്തോ വികാരം? എളുപ്പം അതാ പറ്റിയത്, അത്രേ ഉള്ളൂ. ഞാൻ സാരി എടുത്തു തന്നെ. സഹപ്രവർത്തകരെല്ലാരും നല്ല നേരത്തെ പറഞ്ഞ പോലെ സിനിമ സ്റ്റൈല് ഇത് വിട്ട് പിന്നെ ടീഷർട്ടിനകത്ത് പിണറായി ഗോ ബാക്ക് എന്ന് എഴുതി. പിണറായി ഗോ ബാക്ക് എന്ന് എഴുതിയിരുന്നു. അങ്ങനെയാണ് പിണറായി ഗോ ബാക്ക് എന്ന ടീഷർട്ടിൽ എഴുതി. മുണ്ടും ഉടുത്താണ്, മുണ്ടും മടക്കി കുത്തിയാണ്. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു എല്ലാവരും. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ മുണ്ടും മടക്കി കുത്തി അല്ലെ വേണ്ടി വന്നാൽ മുണ്ടും മടക്കി കൊടുത്തി പ്രതികരിച്ചാലേ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രതികരണം ശക്തിയാവുള്ളൂ. കാരണം പിണറായി പലത് കാണത്തില്ല, അദ്ദേഹത്തെ കാണിക്കണ്ടേ. ഉയർത്തി കാണിച്ച കൊടിയെ കുറിച്ചൊന്ന് ചോദിക്കൂ. കൊടിയായിരുന്നു അത്? കൊടിയില്ല, എനിക്ക് എന്താണ് മറിയ ചേച്ചി മറ്റെന്തോ ഉയർത്തി, ഇവിടെ യൂത്ത് കോൺഗ്രസ് മറ്റെന്തോ ഉയർത്തി. എന്തായാലും നിങ്ങൾ ആ മാന്യത കാണിച്ചതിൽ, അതായത് നിങ്ങൾ മറിയക്കുട്ടി ചേച്ചിയിൽ നിന്ന് കൊല്ലത്തേക്ക് എത്തുമ്പോഴേക്കും ഉയർത്തിക്കാട്ടുന്ന ചിഹ്നങ്ങൾ മാറുന്നുണ്ട്. എന്ന മുദ്രാവാക്യം ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമാണ്, ലോകമെമ്പാടുമുള്ള മുദ്രാവാക്യമാണ്. അതുകൊണ്ട് ആ മുദ്രാവാക്യം മോശമൊന്നുമല്ല, ഒരുപാട് ആശയങ്ങൾ അതിനകത്തുണ്ട് താനും. മാത്രമല്ല ഇവിടെ പാവാട ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധിച്ചത് അല്ലെ. അങ്ങനെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസിന്റെ വ്യത്യസ്തമായ പ്രതിഷേധവും നമ്മൾ കണ്ടു. ഇനിയാണ് എന്റെ ചോദ്യം, നിങ്ങൾ എന്തിനാ പ്രതിഷേധിച്ചത്? പിണറായി വിജയൻ നവകേരള സദസ്സുമായി കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞത് കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ നാട്ടിലെ ജനങ്ങളോട് എണ്ണി പറയുവാനും അതോടൊപ്പം നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കാനും എന്നൊക്കെയായിരുന്നു. എത്ര മനോഹരമായ വാചകങ്ങൾ. ഒരു മനുഷ്യനെ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിയോ നേരിട്ട് കാണുന്നില്ല. കൊല്ലം ജില്ലയിൽ 810 കശുവണ്ടി ഫാക്ടറികളുണ്ട്, 790 അടഞ്ഞു കിടക്കുന്നു. ആ സമയത്ത് തൊഴിലില്ലാതെ പാവങ്ങൾ എത്രയോ പേര് തൂങ്ങി മരിച്ചിട്ടുണ്ടെന്നറിയാം. 5 കശുവണ്ടി ചെറുകിട മുതലാളിമാരാ കൊല്ലത്ത് തൂങ്ങി മരിച്ചത്. നിരവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തൊഴിലാളി സഹോദരങ്ങള് ജോലിയില്ലാതെ സങ്കടപ്പെട്ട് തെരുവിലൂടെ അലയുമ്പോൾ മുഖ്യമന്ത്രി രാജാവിന്റെ എഴുന്നള്ളത്ത് പ്രമാണിച്ച് 2 ലക്ഷം രൂപയുടെ കശുവണ്ടി വെച്ച് പിണറായി വിജയന്റെ മുഖമുണ്ടാക്കുന്നത് അടക്കമുള്ള നെറികെട്ട രീതിയിൽ ചെയ്യുമ്പോൾ 5 മാസക്കാലമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ തൊട്ടപ്പുറത്ത് നമ്മൾ നിൽക്കുന്ന ബീച്ചിന്റെ തൊട്ടപ്പുറത്ത് ഒരു മാസം കൊടുത്തു കഴിഞ്ഞപ്പോ അടുത്ത മാസം യാത്ര പിന്നെ ഒരു മാസം റിലീസ് ചെയ്യുന്ന നിങ്ങൾ പറയുന്നത് നമ്മൾ കൈ കിട്ടട്ടെ എന്നിട്ട് പറയാം. തൊട്ടപ്പുറത്ത് പള്ളിത്തോട്ടം കഴിഞ്ഞ ആഴ്ച തോമസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടായി. കൊണ്ടുവരാൻ വേണ്ടി ഇവിടുത്തെ നീണ്ടകര കോസ്റ്റൽ പോലീസിനടക്കം സകലരെ വിളിച്ചു. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം ആ പാവങ്ങൾ വള്ളം കൊണ്ടുവന്ന് തിരിച്ചിവിടെ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 20 മിനിറ്റ് മുമ്പ് എത്തിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു. മുഴുവൻ വിട്ട് കോസ്റ്റൽ പോലീസിന്റെ അടക്കം ജീവൻ രക്ഷാ ബോട്ടുകൾ മുഴുവൻ കട്ടപ്പുറത്താ. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന ജനങ്ങളുടെ കേരളത്തിലെ നാടിന്റെ സ്വന്തം സൈന്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിമാനം കൊണ്ട പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ഒരു ആനുകൂല്യം കൊടുക്കാത്ത സർക്കാരിനെതിരെ കൊല്ലത്ത് നവകേരള സദസ്സ് നടത്തി, കരുനാഗപ്പള്ളിയിൽ നടത്തി. എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു? എത്ര ഈ ചവറയിൽ നടത്തി? ഏത് പ്രശ്നത്തിന് പരിഹാരം കണ്ടു? കടലാസ് പുലിക്കപ്പുറം സാധാരണക്കാർക്ക് അനുഭവവേദ്യമായ ഒരു പരിഹാരവും അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് ഇന്ന് കൊല്ലം വരെ ഇപ്പം നടക്കുന്ന കൊല്ലത്താണ്. അവിടെ വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കണ്ടനി ധൂർത്താണ്. ഞങ്ങൾ ജീവിക്കുന്നത്, ഞാൻ അടക്കമുള്ള കേരളത്തിലെ വീട്ടമ്മ വീട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്നു. 13 നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാതെയായിട്ട് കാലം കുറേ. ഈ നവകേരള സദസ്സ് അങ്ങ് എത്തുമ്പോൾ പറയുക അതിന്റെ മുഴുവൻ വില കൂട്ടുമെന്ന്. ശരി, അപ്പൊ നിങ്ങളുടെ പ്രതിഷേധം എന്തിനായിരുന്നു എന്നതാണ് എന്റെ ചോദ്യം. ഇതൊക്കെ കേരളം നേരിടുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങൾ ഇന്ന പേരിലാണ് പ്രതിഷേധം എന്നൊരു ആഹ്വാനം നടത്തിയിട്ടില്ല ഇതുവരെ. ആരുടെ ആഹ്വാനം നടത്തണം? പിണറായി വിജയൻ നടത്തുന്ന നവകേരള സദസ്സ് ധൂർത്താണ്, ജനവിരുദ്ധമാണ് എന്ന് യാത്ര തുടങ്ങിയ ദിവസം തൊട്ട് പ്രതിപക്ഷം പറയുന്നു. സദസ്സിനെതിരെ പ്രതിഷേധമുണ്ട്, സമരം ചെയ്യുമെന്ന് കോൺഗ്രസ് നിലപാടുണ്ടോ? കോൺഗ്രസ് നിലപാടുണ്ട്. ഞങ്ങൾ വളരെ കൃത്യം ആദ്യ ദിവസം തൊട്ട് ഇത് ജനവിരുദ്ധമായ ഏതെന്തിനും ഓരോ നിമിഷം UDF അങ്ങനെ ഈ നവകേരള സദസ്സിനെ എതിർത്തുകൊണ്ടൊരു സമരമുറ ഇല്ല എന്നാണ്. ഞങ്ങൾ വളരെ കൃത്യമായി UDF കേരളത്തിലെ കോൺഗ്രസ് വളരെ കൃത്യമായി ഇത് ജനവിരുദ്ധമാണ്, ജനങ്ങൾക്കെതിരാണ്, ഇത് അത് നിങ്ങളുടെ പ്രതികരണം. നിങ്ങൾക്ക് നവകേരള സദസ്സിനെതിരെ നിങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും? തീർച്ചയായും ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എല്ലായിടത്തും ചെയ്യുകയാണ്. എപ്പോ മഹിളാ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചു? ഡോക്ടർ അരുൺ ഇതിന്റെ ഒക്കെ വലിയ പ്രചാരകനായിട്ട് ഇദ്ദേഹത്തിന് എനിക്കറിയേണ്ടത് ഇപ്പം നോക്കൂ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരം ചെയ്യുന്നത് മനസ്സിലായി. ഞാൻ തന്നെയാണ് ഇതേ ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കുന്നത്. അവരുടെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുമ്പോൾ അവർ പ്രതിഷേധിക്കും. മഹിളാ കോൺഗ്രസുകാർ എന്തിനാണ് പ്രതിഷേധം നടത്തിയെന്ന് അറിയാനുള്ള അവകാശം
എന്താണ് മഹിളാ നിങ്ങൾ കോൺഗ്രസ് എന്തിനാണ് സമരം ചെയ്തത്? നിങ്ങൾ കേരളത്തിൽ സ്ത്രീ വണ്ടിപ്പെരിയാറിലെ ഇന്ന് നിങ്ങൾ കരിങ്കൊടി കാണിച്ചത് വണ്ടിപ്പെരിയാർ വിഷയത്തിലാണോ, ധൂർത്തിന്റെ വിഷയത്തിലാണോ, യൂത്ത് കോൺഗ്രസുകാരെ വർദ്ധിക്കുന്നതിന്റെ പേരിലാണോ, ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഇന്ന് കരിങ്കൊടി കാണിച്ചത്? എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കുന്ന ചിന്തിക്കുന്ന മസ്തിഷ്കമുള്ളതാണ് കേരളത്തിലെ സ്ത്രീകൾ. കേരളത്തിലെ സ്ത്രീകൾ ചിന്തിച്ചത് എന്താണ് എന്നതാണ് എന്റെ ചോദ്യം. എല്ലാം പിണറായി സർക്കാർ നടത്തുന്ന ഈ അനീതിക്കെതിരായി, അന്യായത്തിനെതിരായി, വാളയാർ, വണ്ടിപ്പെരിയാർ, ആദിവാസി മധു കൊല്ലപ്പെട്ടതടക്കമുള്ള വിഷയങ്ങൾ ഈ സർക്കാർ കാണിക്കുന്ന ക്രൂരമായ നിഷ്ക്രിയത, പ്രോസിക്യൂഷനും പോലീസും കാണിക്കുന്ന അന്യായങ്ങൾ, കേരളത്തിലെ CPM-ന്റെ ഗുണ്ടകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ വണ്ടിപ്പെരിയാർ കേസും നവകേരള സദസ്സും എന്ത് ബന്ധം? വണ്ടിപ്പെരിയാർ സംഭവം നടക്കുന്നത് എന്നാണ് 2021 ജൂൺ മാസം 30-ാം തീയതി 78 ദിവസത്തിനകം കുറ്റപത്രം കൊടുത്തു. ഈ നവകേരള സദസ്സ് ഇപ്പോഴല്ലേ നടക്കുന്നത്? എന്റെ പൊന്നു സാറേ, ഈ മുഖ്യമന്ത്രിയല്ലേ, ഇദ്ദേഹമല്ലേ ഹോം മിനിസ്റ്റർ? നിങ്ങൾ ഇന്ന് കരിങ്കൊടി കാണിച്ചത് വണ്ടിപ്പെരിയാർ വിഷയത്തിലാണോ? അരുൺ അങ്ങനെ ചെറുതായി ചെറുതല്ല, എനിക്കറിയണം. മുഴുവൻ വിഷയങ്ങളും ഏത് വിഷയത്തിലാണ് നിങ്ങൾ കരിങ്കൊടി പ്രതിഷേധം ആഹ്വാനം ചെയ്തത്? ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന അന്യായത്തിനെതിരായി, 1.5 മാസമായി കേരളത്തിൽ ഭരണസ്തംഭനത്തിനെതിരായി, വർദ്ധിച്ചു വരുന്ന സ്ത്രീ പീഡനങ്ങൾക്കെതിരായി, വർദ്ധിക്കുന്ന വിലവർദ്ധനവിനെതിരായി, കേരളത്തിലെ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഗുണ്ടകളാക്കി മാറ്റി, കേരള പോലീസിൽ ഏതൊക്കെ ക്രിമിനലുകളുണ്ട് അവരെല്ലാം കൂട്ടിപ്പിടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ഗുണ്ടകളായ പോലീസുകാർ കേരളത്തിലെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോ അമ്മമാർക്ക് വിണ്ടാതിരിക്കാനാകില്ല. ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങളുടെ പൂർവ്വസൂരിക സ്വാതന്ത്ര്യം പ്രതികരിക്കാനുള്ള ആ ഒരു പ്രതിഷേധത്തിന്റെ ആഹ്വാനം ഏതെങ്കിലും പ്രസ് റിലീസ് ആയിട്ടോ ചുരുങ്ങിയ പക്ഷം ഒരു ആഹ്വാനമായിട്ടോ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്നതാണ്. ഞങ്ങൾ ആരും സമരം ചെയ്യുന്ന പ്രസ് റിലീസ് കൊടുത്തിട്ടല്ല. ആഹ്വാനമില്ല. ഞങ്ങൾക്ക് സമരം നടത്താനുള്ള അവകാശം. അതെ, എന്ത് കാരണം എന്നറിയണം. കാര്യം നമ്മൾ പല വിഷയങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ധൂർത്തൊരു വിഷയമാണ്, വർധനമുള്ള ഒരു വിഷയമാണ്, ഈ പറയുന്നത് പോലെ വണ്ടിപ്പെരിയാറിലെ ഇതൊരു വിഷയമാണ്. പ്രതിഷേധിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഇന്ന് കരിങ്കൊടി കാണിച്ചത് എന്തിനാണ് എന്ന് പറയണമല്ലോ. അതായിരുന്നു എന്റെ ചോദ്യം. ഇതെല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് ഒന്നത്. രണ്ടാമത് അതിലേക്ക് വരാം.